ദുൽഖർ സൽമാൻ ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമിട്ടുണ്ട്. അയാം ഗെയിം ഇതാ തിയേറ്ററിലോട്ട് എത്താൻ പോവുകയാണ്. ഓണം റിലീസായിട്ട് എത്താൻ പോകുന്ന ചിത്രത്തിന്റെ ട്രെയിലറിനായിട്ട് കാത്തിരുന്ന സിനിമാ പ്രേമികൾക്ക് ഇതാ സർപ്രൈസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതൊക്കെയാണ് ദുൽഖറിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഒരുപാട് സർപ്രൈസുകൾ തന്നെയാണ് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നത്. ഇപ്പോഴത്തെ ദുൽഖർ സൽമാന്റെ ബർത്ത്ഡേ ദിനമായിട്ടുള്ള ജൂലൈ 28-ന് ഇപ്പോഴത്തെ അയാം ഗെയിം എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ പുറത്തുവിടാൻ പോവുകയാണ്. ദുൽഖർ സൽമാനെ കേന്ദ്ര കഥാപാത്രമാക്കി RDX എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം നഹാസ് ഹിദായത്ത് അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് അയാം ഗെയിം എന്ന് പറയുന്ന സിനിമ. 2023 ദുൽഖർ സൽമാൻ അവസാനമായിട്ട് മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അഭിലാഷ് ജോഷി ഡയറക്റ്റ് ചെയ്ത കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമയായിരുന്നു. ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയം ഏറ്റുവാങ്ങിയ ചിത്രമായിരുന്നു. അതിനുശേഷം ദുൽഖറിൻ്റെതായിട്ടെത്തിയ അന്യഭാഷ ചിത്രങ്ങളൊക്കെ വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയപ്പോൾ മലയാളത്തിൽ എപ്പോഴും അടുത്ത ചിത്രം എന്നായിരുന്നു സിനിമാ പ്രേമികൾ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ അയാം ഗെയിം എന്ന് പറയുന്ന സിനിമ ഓണം റിലീസായിട്ട് എത്താൻ പോവുകയാണ്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ദുൽഖർ സൽമാൻ തന്നെ വേഫാർ ഫിലിംസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വഴിയേക്കും ചിത്രത്തിന്റെ ട്രെയിലർ റിലീസിനെത്താൻ പോകുന്നത്. വമ്പൻ താരനിര തന്നെ അയാം ഗെയിം എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് അണിനിരക്കുന്നുണ്ട്. ചിത്രത്തിൽ ദുൽഖറിനോടൊപ്പം തന്നെ സംയുക്ത വിശ്വനാഥൻ, അതോടൊപ്പം തന്നെ മിഷ്കിൻ, കതിർ, ആന്റണി വർഗീസ്, പെപ്പെ തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട്. എന്തൊക്കെയുള്ള RDX ഒരു വർഷത്തെ ഓണം വിന്നറായിട്ട് മാറിയതുപോലെ തന്നെ 2026 ഓണം വിന്നറായിട്ട് അയാം ഗെയിം മാറുമെന്നൊക്കെ നമുക്ക് കണ്ടതിനറിയാം. അപ്പോൾ നിങ്ങൾ എത്ര പേരാണ് ചിത്രത്തിൻ്റെ ട്രെയിലറിനായിട്ട് കാത്തിരിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.